ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇത് ഇന്ത്യയുടെ വിജയം എന്ന് തന്നെ പറയാമല്ലോ. നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ സൈനിക തലത്തിലും ഇന്ത്യയുടെ വിജയം ആണെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒന്നാണല്ലോ. ശ്രീ മഞ്ജുഷ്, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ഉദ്ദേശിച്ചിടത്ത് ഇന്ത്യ വരച്ച വരയിൽ പാകിസ്ഥാനെ കൊണ്ടുവന്ന് നിർത്തി എന്നതാണ് ഇന്ത്യയുടെ വിജയം. അത് നയതന്ത്ര വിജയമാണ്. നയതന്ത്ര വിജയത്തിൻ്റെ അടിസ്ഥാനം സൈനികപരമായ സമൃദ്ധമായ നീക്കങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ കാര്യമായ കുട്ടിഘോഷിക്കുകളൊന്നും ചെയ്തില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനാ സാഹിത്യത്തോട് കിടപിടിക്കുന്ന ഒന്നായിരുന്നില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന പക്വതയാർന്ന പ്രതികരണങ്ങൾ. അതേസമയം ചെയ്യാനുള്ളത് ചെയ്തു വെച്ച രാജ്യമാണ് ഇന്ത്യ. യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ബ്ലിറ്റ്സ് ക്രീഗാണ്. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ തവിടുപൊടിയായപ്പോൾ മനസ്സിലായി യുദ്ധം ഇസ്ലാമാബാദിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇസ്ലാമാബാദിന്റെ 10 കിലോമീറ്റർ അകലെ വരെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ നൂർഖാൻ താവളത്തിൽ വരെ വീണ് കഴിഞ്ഞു. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഫത്താറ്റു മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ആർജവം ഇന്ത്യക്കുണ്ട്. എന്നാൽ ഇന്ത്യയുടെ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാനാവില്ല എന്ന ഒരു തിരിച്ചറിവ്. അങ്ങനെയാണ് ഇവിടെ അമേരിക്കയുടെ മധ്യസ്ഥത എന്ന പൊതു ചിന്ത ഉയരാമെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് ഒരു പരിധിവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നു എന്നത് നമുക്ക് തോന്നാമെങ്കിലും ട്രംപിൻ്റെ ട്വീറ്റിലൂടെയാണ് കേവലം ഒരു മുക്കാൽ മണിക്കൂർ മുമ്പാണ് ഈ വിവരം ലോകത്തിന് മുമ്പിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ DGMO, ഡയറക്ടറേറ്റ് ഓഫ് മിലിറ്ററി ഓഫീസർ, DGMO തലത്തിൽ പിന്നെ ചർച്ചകൾ നടത്തി നയതന്ത്രപരമായ ഒരു ധാരണയെത്തി. 2 കാര്യങ്ങളിലായിരിക്കണം ഒരുപക്ഷെ ധാരണയുണ്ടായത്. അതിലൊന്ന്, പാകിസ്ഥാന്റെ മണ്ണ് ഇനി മുതൽ തീവ്രവാദ പ്രവർത്തനത്തിന്, ഇന്ത്യ വിരുദ്ധ ഭീകരതയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. നിലവിലുള്ള പാകിസ്ഥാൻ ടെറർ ക്യാമ്പ്സ്, ഹിസ്ബുൾ മുജാഹിദീൻ, ഹർക്കത്തുൽ മുജാഹിദീൻ, ജയ്ഷെ മുഹമ്മദ് ക്യാമ്പുകളെല്ലാം സമയബന്ധിതമായി ഡിസ്മാന്റിൽ ചെയ്യണം. ആ ഒരു ധാരണ അനൗപചാരിക തലത്തിലെങ്കിലും DGMO തലത്തിൽ നടന്ന ചർച്ചകളിൽ ആ ഒരു ധാരണ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്നത് എന്താണ്? പാകിസ്ഥാന് മുഖം രക്ഷിക്കാൻ ഒരു അവസരം നൽകുകയാണ്. അങ്ങനെയാണ് പാകിസ്ഥാന്റെ കൂടെ പ്രത്യേക താല്പര്യപ്രകാരം പന്ത് പാകിസ്ഥാന്റെ കോർട്ടിലായതുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ്. 2 ദിവസം മുമ്പ് ഇതേ കാര്യം തന്നെ പറഞ്ഞതാണ്. ഇക്കാര്യത്തിൽ ഇന്ന് വൈകിട്ട് തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നുവല്ലോ, ഭീകരത ഇനി പ്രകടിപ്പിച്ചാൽ, ഇനി ഭീകരാക്രമണം നടത്തിയാൽ അതിന് തിരിച്ചടി എന്ന് പറയുന്നത് യുദ്ധമായിരിക്കും. അതായത് യുദ്ധം ചെയ്യുകയാണ് രാജ്യത്തിനെതിരെ ആയിട്ട് തന്നെ ഇന്ത്യ കരുതും എന്നാണ്. അതായത് ഇനി ഭീകരത വളർത്തുവാൻ ഇന്ത്യ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. അവിടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ അത് തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും ഇന്ത്യ. മാത്രമല്ല, കഴിഞ്ഞ 3 രാത്രികളിലും സംഭവിച്ചത് ഇന്ത്യയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെ ആക്രമിക്കുവാനാണ് ശ്രമിച്ചത്. അത് കൂടുതലായിട്ടും കശ്മീർ അതിർത്തിയിലും പഞ്ചാബ് അതിർത്തിയിലുമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ രാത്രിയിലാകട്ടെ ദീർഘദൂര മിസൈലുകൾ പോലും പ്രയോഗിക്കുകയുണ്ടായി. ഇല്ലേ, ലോങ് റേഞ്ച് വെപ്പൺസ് ആണ് ഉപയോഗിച്ചത്. എന്നിട്ടും പാകിസ്ഥാൻ ഉദ്ദേശിച്ചതുപോലെയുള്ള നാശനഷ്ടം ഇന്ത്യയിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഒരിടത്തും സൈനിക താവളങ്ങൾക്ക് ഇന്ത്യയിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടി നോക്കുകയാണെങ്കിൽ 5 വ്യോമത്താവളങ്ങൾ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എത്രമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നൂർഖാൻ എന്ന് പറയുന്നത് റാവൽപിണ്ടിയിലാണ്. ഇസ്ലാമാബാദിന് 10 കിലോമീറ്റർ മാത്രം അകലെയാണ് നൂർഖാൻ വ്യോമത്താവളം. അത് വലിയ നാശനഷ്ടം തന്നെയാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റ് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ വലിയ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായി. അത് മാത്രമല്ല, ഭീകരരുടെ ഒരു ലോഞ്ചിങ് പാഡ് കൂടി POKയിൽ ഇന്ത്യ തകർക്കുകയുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അന്ന് കൊല്ലപ്പെട്ട ഭീകരരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ കൊടും ഭീകരരെയാണ് അന്ന് ഇന്ത്യ കൊലപ്പെടുത്തിയത്, അല്ലാതെ അവിടുത്തെ സിവിലിയൻസിനെ അല്ല പാകിസ്ഥാനിലെ. ഇതൊക്കെ വന്നതോടുകൂടി പാകിസ്ഥാൻ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണല്ലോ. അതുപോലെ തന്നെ ഖ്വാജ ആസിഫിന്റെ ചില പ്രസ്താവനകൾ അത് പിന്നീട് തിരുത്തേണ്ടി വന്നു പാകിസ്ഥാന്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരു വലിയ വർഗീയ ലഹള ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമായി വരികയായിരുന്നു. അത് പഹൽഗാം ആക്രമണം മുതൽ പാകിസ്ഥാന്റെ ഈ തന്ത്രം വെളിയിൽ വന്ന് തുടങ്ങിയതാണ്. ഒടുവിൽ ഗുരുദ്വാര ആക്രമിച്ച സമയത്ത് പോലും ഇല്ലേ, പിന്നെ പാകിസ്ഥാനിൽ നിന്ന് അവിടെ നിന്ന് വന്ന നുണപ്രചാരണങ്ങൾ അതെല്ലാം ഫാക്ട് ചെക്കിലൂടെ തന്നെ ഇന്ത്യ പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം പാകിസ്ഥാന് ഒരു വെടിനിർത്തൽ വേണ്ടി വരും, അതല്ലെങ്കിൽ ആഭ്യന്തര കലാപം പാകിസ്ഥാനിൽ ഉണ്ടാകും എന്നുള്ള ബോധ്യം കൂടി ഉണ്ടായല്ലോ. അതിന്റെ എല്ലാം പരിണിത ഫലമല്ലേ ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ മുട്ടുമടക്കിയിരിക്കുന്നത്? തീർച്ചയായും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, ഈ പറഞ്ഞതെല്ലാം തന്നെ ഇപ്പോൾ മഞ്ജുഷ് സൂചിപ്പിച്ച എല്ലാ ഫാക്ടേഴ്സും റെലവൻ്റ് ആണ്. ഒന്ന്, മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ
അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. ഇന്ത്യയുടെ ചില വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഈ രീതിയിലുള്ള നറേറ്റീവുകൾ, നട്ടാൽ കുരുക്കാത്ത നുണകൾ, ഇത് അധികകാലം ഈ ചട്ടിയിൽ ഈ പരിപ്പ് വേവില്ല. ഇത് പാകിസ്ഥാന് മനസ്സിലായി. 2, യുദ്ധം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിന് തൊട്ടടുത്തെത്തി. റാവൽപിണ്ടിയാണ് സൈനിക ബേസ് എന്ന് ഓർക്കണം, സൈനിക ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോൾ തീവ്രവാദത്തിനെതിരെയാണ് ആക്രമണമെങ്കിലും ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഭീകര ക്യാമ്പുകൾ 9 ക്യാമ്പുകൾ ആക്രമിച്ചു. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് സൈനിക നേതൃത്വത്തിനെതിരെ തന്നെ ആയിരിക്കും. അതിന് യാതൊരു മടിയും കാട്ടില്ല. അപ്പം രാഷ്ട്രീയ ഇച്ഛാശക്തി, സൈനികമായ ബലം, ഇതെല്ലാം തന്നെ കൃത്യമായ പ്രപ്പോർഷനിൽ പ്രകടിപ്പിക്കുന്ന ഇന്ത്യ. അപ്പോൾ ഫോക്കസ്ഡ് ആണ് ഇന്ത്യ. നോസ് ഇറ്റ്സ് പ്രയോറിറ്റീസ് വെരി വെൽ. രാജ്യത്തിൻ്റെ പ്രയോറിറ്റീസ് എന്താണ് നന്നായി അറിയാം. ഭീകരത എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഭീകരതയുടെ, ആഗോള ഭീകരതയുടെ വേരടക്കണം. ആഗോള ഭീകരതയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രങ്ങളിലൊന്ന് പാകിസ്ഥാന്റെ മണ്ണാണ്. ആ പാകിസ്ഥാന്റെ മണ്ണിൽ ഇനി ഭീകരതയുടെ വിത്തുകൾ പൊട്ടി മുളയ്ക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പരിപൂർണമായി പാകിസ്ഥാനെ നശിപ്പിക്കാൻ ഭാരതം തയ്യാറാവും എന്നൊരു മെസ്സേജാണ്. അത് ശക്തവും എംഫാറ്റിക്കുമായ ടേംസ് ഇന്ത്യ കൊടുക്കുകയാണ്. അതുകൊണ്ട് ബലപ്രയോഗം എന്ന് പറയുന്നത് വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് വിക്രം മിശ്രയൊക്കെ പറഞ്ഞത്. എന്ത് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് പറഞ്ഞതെന്ന് ഓർക്കുക. അത് മാത്രമല്ല, വിക്രം മിശ്രി തുടക്കം മുതൽ തന്നെ ഈ സന്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ആ വാചകം തന്നെ ഇന്ത്യയുടെ കൃത്യമാണ് അല്ലെ, അതിനെ ആർക്കും എതിർക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഈ സംഘർഷം ആര് നിർത്തും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ത്യ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഘർഷം ലഘൂകരിക്കണോ? അങ്ങനെ ലഘൂകരിക്കണമെങ്കിൽ അത് പാകിസ്ഥാന് തീരുമാനിക്കാം. ഈ സംഘർഷം കൂട്ടണോ? അങ്ങനെ കൂട്ടണമെങ്കിൽ അതും പാകിസ്ഥാന് തീരുമാനിക്കാം. ഇതിനേക്കാൾ വ്യക്തമായിട്ടൊരു സന്ദേശം കൊടുക്കാനില്ല. അത് ലോകത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ഒരു സന്ദേശമാണ്. ഇന്ത്യ എന്തിനും തയ്യാറാണ്. അടിക്കണമെങ്കിൽ തിരിച്ചടി ഇന്ത്യ നൽകും. ഇനി വേണ്ട, ഇവിടം വെച്ച് നിർത്താം, അങ്ങനെയാണെങ്കിൽ അതിനും ഇന്ത്യ തയ്യാറാണ്. പക്ഷെ അതെല്ലാം പാകിസ്ഥാൻ തീരുമാനിച്ചോട്ടെ എന്നാണ്. 3 രാത്രികളിൽ അതിനവർ തയ്യാറായിരുന്നില്ല. അതൊരു പരീക്ഷണം മാത്രമായിരുന്നു അല്ലേ. അവരുടെ കുറെ ഡ്രോണുകൾ നഷ്ടമായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫത്ത-2 എന്ന് പറയുന്ന കൊട്ടിഘോഷിച്ച മിസൈൽ അത് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. പക്ഷെ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ 2 ഭാഗവും 2 രാജ്യങ്ങളും സൈനികമായി എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് മുട്ടി നോക്കിയതാണ്. വ്യക്തമായി പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ ആവില്ല, ഇന്നത്തെ നിലയിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന വ്യക്തമായ ബോധ്യമുണ്ട്. അത് മാത്രമല്ല, വ്യക്തമായി ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചു, an act of terror will be considered as an act of war. അത് നയമായി മാറിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഭാവിയിൽ ഭീകരാക്രമണം അതിർത്തി കടന്ന് വന്നാൽ അത് ഞങ്ങൾ ഭീകരാക്രമണമെന്നല്ല, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ആക്രമണമെന്നല്ല, പ്രോക്സി വാർ എന്നല്ല, യഥാർത്ഥ യുദ്ധമായി പരിഗണിക്കും. ഇപ്പോൾ കാണിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും തിരിച്ചടി നൽകിയത് എന്നാണ്. 4 വ്യോമത്താവളങ്ങൾ തകർത്തിരുന്നു. ഇസ്ലാമാബാദിന് തൊട്ടടുത്ത് വരെ മിസൈൽ എത്തിക്കുവാൻ കഴിഞ്ഞു. നൂർഖാൻ എയർബേസിൽ സ്ഫോടനമുണ്ടായി. ഇതൊക്കെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ്. അതിന് പിന്നാലെയാണ് പൂർണ്ണമായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് പാകിസ്ഥാന് ബോധ്യമായതും വെടിനിർത്തലിന് തയ്യാറായി വന്നതും. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗികമായ വിശദീകരണത്തിൽ അങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ മധ്യസ്ഥതയിലാണ് തീർത്തത് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ മധ്യസ്ഥത സ്വീകരിക്കുക എന്നത് ഇന്ത്യയുടെ നയമല്ല. 1972 മുതൽ കൊല്ലപ്പെട്ട ഭീകരരുടെ പേരുകൾ പുറത്തു വന്നിരുന്നു. അതിൽ കൊല്ലപ്പെട്ടവരിൽ 5 പേർ കൊടും ഭീകരരായിരുന്നു. കൊടും ഭീകര. ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് 1972 മുതൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ, അതായത് ബൈലാറ്ററൽ മെത്തേഡിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇവിടെ കാശ്മീർ എന്നത് തർക്ക വിഷയമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാനെ തർക്ക വിഷയമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 തർക്ക വിഷയങ്ങളാണ്. അതിർത്തി കടന്നു വരുന്ന ഭീകരത, 2 അതിർത്തിക്ക് അപ്പുറത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ നട്ടു നനച്ച് വളർത്തപ്പെടുന്ന ഭീകര ക്യാമ്പുകൾ. ഇത് രണ്ടും ഡിസ്മാന്റിൽ ചെയ്താൽ, 1 പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾ ഡിസ്മാന്റിൽ ചെയ്യണം, 2 അതിർത്തി കടന്ന് ഒരു ഭീകരനും വരുന്നില്ല എന്ന് പാകിസ്ഥാൻ ഉറപ്പുവരുത്തണം. ഇത് രണ്ടും സാധ്യമാവുകയാണെങ്കിൽ ഇന്ത്യക്ക് സഹകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല എങ്കിൽ കളി പഠിപ്പിക്കും എന്ന മട്ടിലുള്ള ഇന്ത്യയുടെ ആ ഒരു പ്രയോഗം, അത് വെറും വാക്കിലല്ല, അത് പ്രയോഗിച്ച് കാട്ടി. ഇതിൻ്റെ ഒന്നും വിശദ വിവരങ്ങൾ ഇന്നത്തെ പ്രസ് മീറ്റിൽ പറയുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് വളരെ നാടകീയമായി, അപ്രതീക്ഷിതമായി, ആരും പ്രതീക്ഷിച്ച സമയത്തല്ല, വളരെ നാടകീയമായി കേവലം 1 മണിക്കൂർ മുൻപ് മാത്രമാണ് അതിന് സ്ഥിരീകരണം ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി വെക്കുന്നതിൽ
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഒരു ചെറിയ പങ്കുണ്ട്. സൗദി വിദേശകാര്യമന്ത്രി, സൗദി വിദേശകാര്യമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ദൂതൻ എന്ന നിലയിലായിരിക്കാം ഇസ്ലാമാബാദിലെത്തി ചർച്ച നടത്തി. കഴിഞ്ഞ 2 ദിവസം സൗദി വിദേശകാര്യ ഉപമന്ത്രി ന്യൂഡൽഹിയിലെത്തി ഇന്ത്യയുടെ സൈനിക രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന ചില ധാരണകൾ, പക്ഷേ ആ ധാരണകൾ എന്ന് പറയുന്നത് ബൈലാറ്ററലിസം അനുസരിച്ച് മൂന്നാം കക്ഷി ഇടപെടൽ അല്ലെങ്കിൽ മധ്യസ്ഥത ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു. പാകിസ്ഥാൻ DGMO തലത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും നേരിട്ട് സംസാരിച്ചു. അങ്ങനെ ചില ഉറപ്പുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടാവണം. പാകിസ്ഥാന്റെ ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 ഉറപ്പുകൾ ലഭിക്കുന്ന സ്ഥിതിക്ക് പിന്നെ ആക്രമണം തുടർന്നിട്ട് കാര്യമില്ല.